എപ്പോഴാണെങ്കിലും ഒരു 10 വെറൈറ്റി പീസ് 10 രൂപ ഒടുങ്ങി ഒരു 150 രൂപ റേഞ്ചിൽ നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാനെത്തിയിരിക്കുന്നത് കൊരട്ടി JTS ജംഗ്ഷനിലുള്ള ഗപ്പി ഗാർഡൻസ് എന്ന ഗപ്പി ഫാമിലി വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2-3 വീഡിയോസിന് സൗണ്ട് കുറവായിരുന്നു. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ സൗണ്ടിൻ്റെ ക്വാളിറ്റി നോക്കിയത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോയിലൊക്കെ നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗപ്പി ഗാർഡനിലെ വിശേഷങ്ങൾ കാണാം. നമസ്കാരം, എൻ്റെ പേര് ഐസക്ക്. ഞാൻ ഇവിടെ കൊരട്ടിയിലൊരു ഫാം നടത്തുന്നുണ്ട്, ഗപ്പി ഗാർഡൻ. ഞാൻ 3 ഐറ്റം ഗപ്പികൾ ബൾക്കായിട്ട് ബ്രീഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു 6 ഐറ്റം റീറ്റെയിൽ സെയിലുണ്ടാവും. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊരട്ടി തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി അടുത്ത് NHൻ്റെ സൈഡ് തന്നെയാണ്. നമുക്ക് ഫാമിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് സാന്താക്ലോസ് എന്ന് പറയും. ഇത് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് പീസ് 150 രൂപ, പെയർ 300 രൂപ. ഇപ്പോൾ നമ്മുടെ റീറ്റെയിൽ കൊടുക്കാനുള്ളൂ. ഒരു മാസം കഴിഞ്ഞാൽ ഹോൾസെയിൽ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാവുമ്പോൾ പീസ് 75 രൂപയ്ക്ക് കൊടുക്കും. ഒരു 30 പീസ് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കാനായിട്ടുള്ള പ്ലാനുണ്ട്. ഇത് ഫുൾ ഗോൾഡ്. ഇത് പീസ് 150 രൂപ തന്നെ റീറ്റെയിൽ റേറ്റ്. ഇതും അത്യാവശ്യം അധികം ഉണ്ടാവുന്നുണ്ട്. ബ്രീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. അത് അത്യാവശ്യം ഡിമാൻഡുള്ള റേറ്റാണ്. ഫുള്ളായിട്ട് ഗോൾഡൻ കളറായിട്ട്. സ്റ്റെബിലിറ്റിയും കുഴപ്പമില്ല, അത്യാവശ്യം സ്റ്റേബിളാണ്. ഇത് നമ്മൾ ഹോൾസെയിൽ കൊടുക്കണ്ട? ഹോൾസെയിൽ ആവണുള്ളൂ. പാണ്ടോരാസ് ബ്ലൂ മൊസൈക്ക് ഇത് അത്യാവശ്യം നല്ല സ്റ്റേബിളാണ്, വളരെ സ്റ്റേബിളായിട്ടുള്ള ലൈനാണ്. പാണ്ടോരാസിൻ്റെ പ്രത്യേകത അതാണ്. അവരുടെ ലൈനേജ് എല്ലാം സ്റ്റേബിളാണ്. പിന്നെ പർപ്പിൾ മൊസൈക്കിൻ്റെ പ്രശ്നം അറിയാലോ. ഈ പർപ്പിൾ മൊസൈക്കിന് എല്ലാ കളറും ഇറങ്ങും, 4 കളർ ഇറങ്ങും. ഇതാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സെയിം സാധനം ഇറങ്ങും. അതാണ് പാണ്ടോരാസ് ബ്ലൂ മൊസൈക്ക്. ഇത് പീസ് 150 രൂപ തന്നെ റീറ്റെയിൽ റേറ്റ്. ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് ഈ ഐറ്റമാണ്. ഇവിടെ നന്നായിട്ട് കുട്ടികളെ കിട്ടുന്നുണ്ടല്ലോ. ഇതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത്. കുഞ്ഞുങ്ങളെ തിന്നു പോകലും ഭയങ്കര കുറവാണ്. നമുക്ക് പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും പിടിച്ച് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ അത്യാവശ്യം കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് ഹോൾസെയിൽ കൊടുക്കാവുന്ന ഐറ്റമാണ്. ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ റേറ്റ് ഒക്കെ എങ്ങനെ പറഞ്ഞത്? ഹോൾസെയിൽ സാധാരണ റീറ്റെയിൽ റേറ്റിൻ്റെ പകുതി റേറ്റ്. മിനിമം 30 പീസ് എടുക്കണല്ലോ. 30 പീസ് 75 ഒക്കെ ഉള്ള ആയിട്ടാണെങ്കിൽ ഒരു 20 പീസ് ആയാലും ഓരോ ഹോൾസെയിൽ കൊടുക്കും. ഇതിപ്പോൾ കൊടുക്കാൻ ഹോൾസെയിൽ ഉണ്ടല്ലോ. ഇപ്പോൾ ഹോൾസെയിൽ കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ പറഞ്ഞ 3 ഐറ്റംസാണ് നമ്മൾ മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നത്. അത് ഈ ടാങ്കുകളിലാണ്. നമുക്കിവിടെ 10 ടാങ്കുണ്ട്. 10 ടാങ്കിൽ 5 എണ്ണം ബ്രീഡിങ്ങിനുള്ള പാരൻസിന് ഇട്ടേക്കാണ്. ഈ കേജ് പോലെയാണ്. ഒരു സൈഡിലേക്ക് കുഞ്ഞുങ്ങൾ വരും. ഇവിടെ ഈ സൈഡിൽ പറഞ്ഞ കുഞ്ഞുങ്ങൾ നമ്മൾ പിടിച്ച ട്രേയിൽ മാറ്റിയിടും. ട്രേയിലിട്ടിട്ട് 2-3 ആഴ്ച RTM കൊടുക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ടാങ്കുകളിലേക്ക് മാറ്റും. ഈ ടാങ്കുകളിലിട്ട് മൊയിന പിന്നെ RTM ഇടയ്ക്ക്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് നല്ല ഫീഡിലേക്ക് മാറ്റിയെടുക്കും. ഒരു 2-3 ആഴ്ചയാണ് നമ്മൾ RTM കൊടുക്കണം. RTM കൊടുക്കാനാണ് ഇങ്ങനത്തെ ട്രേ ഉപയോഗിച്ചാണല്ലേ. ഇതിപ്പോൾ ട്രയൽ എത്ര നാൾ വെക്കണം? ഹോൾഡ് ചെയ്യും ട്രയല് പരമാവധി അതൊരുവിധം കേട് മാറുന്ന വരെ അതിൽ ഹോൾഡ് ചെയ്ത് നല്ലതാണ്. അവർക്ക് പരമാവധി റെസിസ്റ്റൻസും നല്ല ആരോഗ്യം വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റു ഫീഡിലേക്ക് മാറ്റിയെടുക്കാം, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഫുഡ് എന്തൊക്കെ കൊടുക്കാൻ? ഫുഡ് മെയിനായിട്ട് ഫസ്റ്റ് RTM, പിന്നെ മൊയിനുണ്ട് ഇവിടെ, പിന്നെ ഗോദ്രേജിൻ്റെ ടോപ്പ്
ഫീഡ്, പിന്നെ യൂട്യൂബിൽ കാണാവുന്ന ഫുഡൊക്കെ നമ്മൾ പരീക്ഷിക്കാറുണ്ട്. ഇത് പാണ്ടരാസിൻ്റെ കുഞ്ഞുങ്ങളാണ്. പാണ്ടരാസിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ട ഒരുപാട് ഒറ്റ പ്രസവത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കിട്ടുന്നത് പാണ്ടരാസിൻ്റെ അല്ല. പാണ്ടരാസ് ബ്ലൂ മൊസൈക്കാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത്. ഇതിപ്പോ ടാങ്കിൽ വാട്ടർ ചേഞ്ചിങ് ഒക്കെ എത്ര ദിവസം കൊടുക്കണം? വാട്ടറിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കിയിട്ട് മാസത്തിൽ 2 പ്രാവശ്യം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഷീറ്റ് വെച്ച് ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ വാട്ടർ ചേഞ്ചിന്റെ? ഷീറ്റ് കുഴപ്പമില്ല, വെയിലുള്ളതുകൊണ്ട് നോക്കണം. ഇവിടെ ഇപ്പോൾ വെയിലിന്റെ പ്രശ്നമില്ല, അത്യാവശ്യം ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അധികം പൂക്കളൊന്നും വരുന്നില്ല. പിന്നെ ഒരു ടാങ്കിലും ഈ എണ്ണം കുറവാണ്, അത്ര അധികം ഇല്ല. ഒരു 10 എണ്ണം മാക്സിമം ഒരു 15 എണ്ണം ഉണ്ടാവുള്ളൂ ഒരു ടാങ്കിൽ. അത് വേസ്റ്റ് കുറവാണ്. ഇത് HB ബ്ലൂ റിബൺ. ഇത് പീസ് 100 രൂപയ്ക്കാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ബ്രീഡിങ് കാര്യമായിട്ടില്ല, വാങ്ങിച്ചു കൊടുക്കലാണ്. റിബൺ ടൈപ്പിൻ്റെ ആ ഒരു പ്രത്യേകത. ഇപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡാണല്ലോ റിബൺ. ഇതിപ്പോൾ നമ്മുടെ റീറ്റെയിൽ മാത്രമാണോ? മെയിനായിട്ട് റീറ്റെയിലുള്ളൂ, ഹോൾസെയിൽ കൊടുക്കാൻ ഇതില്ല. പിന്നെ ഇത് നമ്മുടെ അടുത്ത് അധികം ഉണ്ടാവുന്നില്ല, വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. റിബൺ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് 2 ഐറ്റം റിബൺ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കണം, അത്രേ ഉള്ളൂ. സിൽവറാഡോ റിബൺ. ഇത് അത്യാവശ്യം ഒരുവിധം പുതിയ ഐറ്റമാണ്. റിബണിൻ്റെ ഒരു ഭംഗിയും പിന്നെ സിൽവറാഡോ എന്ന് പറയുമ്പോൾ അത്ര അങ്ങോട്ട് കോമൺ ആയിട്ടില്ല. പീസ് 100 രൂപയ്ക്കാണ് കൊടുക്കണം. റിബൺ ടൈപ്പ് നമ്മൾ 100 രൂപയുള്ള പീസ്. റിബൺ ടൈപ്പ് ആണെങ്കിലും 100 രൂപ തന്നെ ഉള്ളൂ. ഇതിപ്പോൾ ഹോൾസെയിൽ ഉണ്ടെങ്കിൽ ഇല്ല, റീറ്റെയിൽ മാത്രം. റീറ്റെയിൽ മാത്രമേ ഉള്ളൂ അല്ലേ? സൈസ് ഒന്നും കൂടി ആവാനുണ്ട്, ഒരു ജുവനൈൽ സൈസ് കഴിഞ്ഞിട്ടുള്ളൂ. ഇത് പർപ്പിൾ മൊസൈക്കിൽ നിന്ന് ഇറങ്ങണ റെഡ് മൊസൈക്കാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ 4 കളറുള്ളത് ഇറങ്ങും. പിന്നെ നല്ല ഇയറൊക്കെ ഉണ്ട്, ഭംഗിയുണ്ട്. സ്റ്റേബിൾ അല്ല, സ്റ്റെബിലിറ്റി കുറച്ച് കുറവാണ്. പർപ്പിൾ മൊസൈക്കിൻ്റെ അതേ സ്വഭാവം കാണിക്കും. എല്ലാ കളറും ഇറങ്ങില്ലേ ഇതിന്? 4 ടൈപ്പ് ഇറങ്ങും. ഇതിപ്പോൾ എത്ര റേറ്റ് ആയിട്ട് കൊടുക്കണേ? ഇത് പീസ് 100 രൂപ. 100 രൂപ അല്ലേ? ഇത് റെഡ് ഡ്രാഗൺ. നല്ല ഇയറും നല്ല ഡിസൈനൊക്കെ ആയിട്ടുള്ള റേറ്റാണ്. എല്ലാത്തിനും ഇയർ ഇറങ്ങും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇയർ സ്റ്റേബിളാണ്. പീസ് 100 രൂപ, അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ റീറ്റെയിൽ റേറ്റ്. ഇത് യെല്ലോ ടെക്സ്റ്റഡോ വളരെ കോമൺ ആയിട്ടുള്ള ഐറ്റാണ്. അത്ര നല്ല ബ്രീഡ് എന്ന് പറയാൻ പറ്റില്ല, അത് ബൾക്ക് ചെയ്യുന്ന കൊടുത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ്. ഇത് പീസ് 20 രൂപ, അതാണ് ഇവിടുത്തെ റീറ്റെയിൽ റേറ്റ്. ഇതിപ്പോൾ നമുക്ക് റീറ്റെയിൽ മാത്രമല്ല അല്ലെങ്കിൽ ഹോൾസെയിൽ അല്ല, ഇത് നമ്മുടെ കയ്യിൽ എണ്ണം കൂടുതലുണ്ടാവും. ഹോൾസെയിൽ വേണമെങ്കിൽ കൊടുക്കാം. അതാകുമ്പോൾ ഒരു 12 രൂപ റേഞ്ചിൽ. മിനിമം എത്ര? മിനിമം 30 പീസ്. 30 പീസ് അല്ലേ? ഇത് ജർമ്മൻ റെഡ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. ഇത് പീസ് 15 രൂപ, ആണ് ഇവിടുത്തെ റീറ്റെയിൽ റേറ്റ്. ഒരു ഹോൾസെയിൽ കൊടുക്കും, ഒരു 7 രൂപ 8 രൂപ റേഞ്ചിൽ കൊടുക്കും. ഇവിടെ ഒരുപാടുണ്ട്, എണ്ണം കൂടുതലുണ്ട് ഇവിടെ. ഇത് മിക്സഡ്. ഇത് പീസ് 10 രൂപ. ഇത് കൊടുക്കാണ്ടല്ലോ? ഇത് അത്യാവശ്യം ഉണ്ടാവും, ഹോൾസെയിലും വേണമെങ്കിൽ കൊടുക്കാം. ഹോൾസെയിൽ ആണെങ്കിൽ 5 രൂപ. ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. സ്ഥലം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഗൂഗിൾ മാപ്സിൽ ഗപ്പി ഗാർഡൻ സെർച്ച് ചെയ്താൽ മതി, ആ ലൊക്കേഷൻ കറക്റ്റാണ്. പിന്നെ NH സൈഡ് ആയതുകൊണ്ട് ആക്സസിബിലിറ്റി എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിൽ എപ്പോഴാണെങ്കിലും ഒരു 10 വെറൈറ്റി പീസ് 10 രൂപ ഒടുങ്ങി ഒരു 150 രൂപ റേഞ്ചിൽ ഞാൻ ഫുൾ ടൈം കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിലായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങളുടെ ഫാമുകളുടെ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ ബ്രീഡറുടെ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം.